മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു അടിപൊളി പോസ്റ്റർ ഒന്ന് നിർമ്മിച്ച് നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് ഈ കാണുന്ന ഫോട്ടോ എഡിറ്റർ എന്ന് പറയുന്ന ആപ്പാണ്. പ്ലേ സ്റ്റോറിൽ ഇത് അവൈലബിൾ ആണ്. ഞാനിത് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഓപ്പൺ ആവുന്നത്. അതിൽ ഈ ഭാഗം പ്ലസ് ന്യൂ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാം. ആദ്യം ഇതിൻ്റെ സൈസ് 1080 വിഡ്ത്തും ഹൈറ്റും ആ രൂപത്തിലാണ്. അതുതന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ അടിക്കുന്നു. അപ്പോൾ നമുക്ക് പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്കിതിലാണ് വർക്ക് ചെയ്യേണ്ടത്. ആദ്യം നാം ചെയ്യേണ്ടത് വലതുഭാഗത്ത് കാണുന്ന ഈ 3 ലൈൻസ് ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ പ്രസ് ചെയ്യുന്നു. ഇതിൽ ടെക്സ്റ്റ് ആൻഡ് ഇമേജ് ഇവിടെ പ്രസ് ചെയ്തു. ഞാൻ നേരത്തെ ഒരു ഡിസൈൻ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഞാനത് ഡിലീറ്റ് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അത് ഞാൻ ഇവിടെ ഇടതുഭാഗത്താണ് പ്ലസ് ബട്ടൺ. അതിൻ്റെ വലതുഭാഗത്ത് തൊട്ടടുത്ത് മുകൾ ടി ആണ്. അതിൻ്റെ തൊട്ടടുത്ത് ഗ്യാലറിൻ്റെ ഒരു ഇമേജ് കാണാം. അവിടെ ഒന്ന് പ്രസ് ചെയ്യുന്നു. നേരെ ഇവിടെ ഈ ഗ്യാലറിൻ്റെ അവിടെ ഒന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ നേരെ ഇത് ഗ്യാലറിയിലേക്ക് പോകുന്നു. നമുക്ക് വേണ്ട ഫോട്ടോസ് എവിടെയാണ് ഉള്ളത് അവിടെ നിന്ന് നമുക്ക് ഇതിലേക്ക് ഞാനിതിവിടെ ഈ ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് കൊടുക്കുകയാണ്. ഞാനിങ്ങനെ ഇതൊന്ന് സൈസാക്കി കൊടുക്കുന്നു. ഇത് ഒരേ രൂപത്തിലാണ് വലുതാകുന്നത്. നമുക്ക് അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ 3 ലൈൻ വരച്ചിട്ട് ഇവിടെ കാണാം ലോക്ക് റേഷ്യോ, അതൊന്ന് ലോക്ക് ഒഴിവാക്കിയാൽ നമുക്ക് ഈ രൂപത്തിൽ ഇങ്ങനെ വലുതാക്കാൻ പറ്റും. ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ലോക്ക് ചെയ്യുകയാണ്. എന്നാലും നമുക്ക് അടുത്ത ഡിസൈൻ ചെയ്യുമ്പോൾ അത് സെലക്ട് ആവാതിരിക്കുള്ളൂ. അതിന് ഈ കാണുന്ന വലതുഭാഗത്ത് കാണുന്ന ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് മുകളിൽ ലോക്ക് ബട്ടൺ പ്രസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇത് ലോക്കായി. ഇനി ഞാനിതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ഇവിടെയാണ്. അടിപൊളി ഓഫർ, ഇതാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മാറ്റർ. ഞാൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ടെക്സ്റ്റ് വന്നത്. ഈ ടെക്സ്റ്റ് മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ കാണുന്ന നോർമൽ ടെക്സ്റ്റാണ്. നമുക്ക് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഫോണ്ടിലേക്ക് ഇതിനെ മാറ്റണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് 3 ലൈന് ഇവിടെ പ്രസ് ചെയ്യുന്നു. ഇവിടെ ഫോണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത്, ഇപ്പോൾ ഇതൊരു ഇംഗ്ലീഷ് ഫോണ്ടിലാണുള്ളത്, അതുകൊണ്ടാണ് ഈ മോഡൽ വരുന്നത്. നമ്മൾ അത് മാറ്റി ഞാനിവിടെ ഫേവറേറ്റിൽ ഞാൻ എടുത്തു വെച്ച ഫോണ്ട് ഒരുപാടുണ്ട്. ഈ MLU ജ്വാല, ഈ ജ്വാല എന്ന ഫോണ്ടിലേക്ക് മാറ്റാൻ നമുക്ക് മറ്റൊരു ആപ്പിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് ഈ ഫോണ്ടിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് നോക്കാം. കണ്ടോ, ജ്വാല. ഇത് നമുക്കൊന്ന് ഇങ്ങനെ വലുതാക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് വലുതാവും ഈ രൂപത്തിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരേ ലെവൽ വലുതാവണമെങ്കിൽ നേരത്തെ കാണിച്ച പോലെ ഈ 3 ലൈൻ പ്രസ് ചെയ്ത് ലോക്ക് റേഷ്യോ കൊടുത്തിട്ട് അതൊന്ന് ലോക്കാക്കണം. അപ്പോൾ ഉണ്ടോ, ചില ഫോണ്ടിൽ ചിലപ്പോൾ നമ്മൾ അത് ആവശ്യം വരില്ല. ചിലപ്പോൾ നമുക്ക് നീളം കൂട്ടേണ്ടി വരും, കുറക്കേണ്ടി വരും. അപ്പോൾ അത് ലോക്ക് ഒഴിവാക്കലായിരിക്കും നല്ലത്. ഇതിന് എനിക്കിത് 2 ലെയറായിട്ട് കിട്ടണം. അത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതൊന്ന് സെലക്ട് ചെയ്യാണ്, എഡിറ്റ് ചെയ്യാൻ ഈ ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത്. എന്നിട്ട് ഞാനിതിൽ ഓഫർ എന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്ത് ഞാൻ കട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അപ്ലൈ കൊടുക്കുമ്പോൾ ഇത് മാത്രമാണ് ഇവിടെ വരിക. ഇനി വീണ്ടും നമ്മൾ ടെക്സ്റ്റിൽ പോകുന്നു. ഞാൻ ആ കട്ട് ചെയ്ത ഭാഗം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, അപ്ലൈ കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും 2 ആയി. ഇനി എനിക്കിതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഞാനിതിൻ്റെ കളർ ചെയ്യാൻ ഇവിടെ പ്രസ് ചെയ്യുന്നു. ഇതിലുണ്ടാവും കളർ. ഇവിടെ പ്രസ് ചെയ്തിട്ട് ടോപ്പ് ബോട്ടം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ടോപ്പ് എവിടെ ഒന്ന് പ്രസ് ചെയ്യും. ഞാനത് ഒരു ഡാർക്ക് മഞ്ഞയിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, ഇത് ഞാൻ ഓക്കെ കൊടുക്കും. ഇനിയിപ്പോൾ 2 കളറായിട്ടാണ്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണും. ടോപ്പ് ബോട്ടം എന്ന് പറഞ്ഞൊരു ഡാർക്ക് ഗ്രീനാണ്. 2 മഞ്ഞയാവണമെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ 2 വരണ്ടല്ലോ, ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ അതാ രൂപത്തിലായി. ഇനി ഞാൻ ഇതിനൊന്ന് ചെരിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനെന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ
ഈ ബട്ടൺ തന്നെ പ്രസ് ചെയ്തിട്ട് ഇതിൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ പെർസ്പെക്റ്റീവിൽ ഒന്ന് പ്രസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. ഇതിൻ്റെ വലതുഭാഗത്ത് താഴ്ഭാഗത്ത് കാണുന്ന റൗണ്ട് ഉണ്ടല്ലോ, അത് ഞാനൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാകും. അതുപോലെ ലെഫ്റ്റ് ഭാഗത്ത് മുകളിലുള്ള താഴേക്കും അതേ രൂപത്തിൽ താഴേക്കും കൊണ്ടുവരുന്നു. ഇപ്പോൾ ഈ രൂപത്തിലാണ് അപ്ലൈ കൊടുക്കുന്നു. കണ്ടോ? ഇപ്പോൾ ഈ ഫോണ്ട് നമുക്കൊന്ന് ഇതിൻ്റെ നീളം അടിയിലേക്ക് ഒന്നും കൂടെ കൊണ്ടുവരണം. അപ്പം ഇങ്ങനെ വലിച്ചാൽ ഒരേ രൂപത്തിലാണ് വരുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ട ആ ഭാഗം ലോക്ക് റേഷ്യോ ഒഴിവാക്കണം. ലോക്ക് ഒഴിവാക്കണം. ഞാൻ ലോക്ക് ഒഴിവാക്കി. ഇനി നോക്ക് നിങ്ങൾ, ഉണ്ടോ? ഈ രൂപത്തിലേക്ക് അത് വരും. അതിൻ്റെ ആവശ്യമുണ്ട്. ചില ഫോണ്ടുകൾ ഇപ്പം അങ്ങനെ ആവശ്യം വരും. ഇനി ഓഫർ എന്നുള്ളതും എനിക്കതുപോലെ തന്നെ ആക്കണം. അതിന് ഞാൻ ഓഫറിന് നേരെ ഇങ്ങനെ ഇവിടെ കൊണ്ടുപോയി വെക്കുന്നു. ഞാനിവിടെ കൊണ്ടുപോയി വെച്ചു. എനിക്ക് എന്നിട്ട് ഇതും അതുപോലെ ആക്കണമെങ്കിൽ ഇതും അതുപോലെ തന്നെ പെർസ്പെക്റ്റീവ് എടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ രൂപത്തിലേക്ക് അതും ഒന്ന് ചെയ്തു വെക്കുക. അപ്ലൈ കൊടുക്കുന്നു. അവിടെ ചെറിയൊരു മാറ്റമുണ്ട്. ഇത് നമുക്കൊന്ന് വലുതാക്കാം. ഇവിടെ ഒന്ന് ഓക്കെ. ഇനി ഇതിൻ്റെ കളർ ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനതൊരു വൈറ്റിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ. അപ്പോൾ എന്താണ് വൈറ്റും ഈ ഗ്രീനും പാടെയാണ്. അത് രണ്ടും ഒന്നാക്കാൻ ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ ഓക്കെ. ഞാനതിനെ ജസ്റ്റ് ചെറുതാക്കുന്നു. അത് ഇനി എനിക്ക് ഒരേ ലെവലിൽ കിട്ടുന്ന രണ്ട് വേണം. അപ്പം ലോക്ക് റേഷ്യോ ഒന്ന് ലോക്കാക്കുന്നു. അതുപോലെ ഇതിൻ്റെയും ഓക്കെ. ഈ രണ്ടും ഒരേ രൂപത്തിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഉണ്ടോ ഈ രൂപത്തിലായിരിക്കും. ഇതാണിപ്പം പോസ്റ്റർ. എനിക്ക് കുറച്ച് ഇങ്ങോട്ട് നീട്ടിട്ടൊന്ന് ഇങ്ങനെ ആക്കാം. ഞാൻ ഈ രൂപത്തിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ. ഇത് രണ്ടിനെ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം, ഒരു ഗ്രൂപ്പ് ആക്കാം. അതിന് ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇവിടെ കാണുന്ന ഈ 4 കള്ളി ഉണ്ടല്ലോ, ഇതിനൊന്ന് ഇപ്പോൾ 3ലാണ് ടിക്കുള്ളത്. ഒന്നുകൂടെ പ്രസ് ചെയ്താൽ അത് മൊത്തം സെലക്ട് ആകും. എന്നിട്ട് നമുക്ക് വേണ്ട ഭാഗം ഒന്ന് സെലക്ട് ചെയ്ത് അടിപൊളി എന്ന ഭാഗം ഓഫറും. ഇപ്പോൾ ഇത് രണ്ടും സെലക്ട് ആയി കഴിഞ്ഞ് ഗ്രൂപ്പ് ആക്കണമെങ്കിൽ ഈ 3 ഡോട്ട്സിൻ്റെ ഭാഗം വന്നിട്ട് ഗ്രൂപ്പ് സെലക്ട് ലേയേഴ്സ് എന്ന ഭാഗം ഒന്ന് പ്രസ് ചെയ്താൽ ഇതിപ്പം ഒരു ഗ്രൂപ്പായി. ഉണ്ടോ? ഓക്കെ. ഇത് കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മളിങ്ങനെ നീക്കി നടുവിലൊരു ലൈന് കാണാം, അത് സെൻറ്ററാണ്. അതാണ് സെൻറ്റർ ഭാഗം. അവിടെ നമ്മൾ കൊണ്ടുവച്ചു. ഇനി ഇതിലേക്ക് എനിക്ക് വേണ്ടത് ഒരു ഫോണിൻ്റെ ഒരു ഭാഗമാണ്. അതിന് മുമ്പ് ഞാൻ മറ്റൊരു പിക്ചർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ. ഞാൻ ഈ ഒരു ഭാഗം കൊണ്ടുവരുന്നു. ഓക്കെ. ഒരു റോഡാണ് ഇത്. നമുക്ക് ആ എഴുത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ എഴുത്തടിയിലായിട്ടുണ്ടല്ലോ, അവിടെ പ്രസ് ചെയ്യുന്നു. നേരെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് അടിയിലേക്ക് കൊണ്ടുവരണം. നമ്മൾ നേരത്തെ എടുത്ത ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഇതിൽ നിന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് അതിലേക്ക് ഈ ഒരു പിക്ചറിനെ ബ്ലെൻഡ് ചെയ്യിപ്പിക്കണം. അതിനെന്ത് ചെയ്യണം? ഈ ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മളെടുത്ത ഈ പിക്ചർ ഉണ്ടല്ലോ, ഇത് സെലക്ട് ചെയ്ത ശേഷം ഈ 3 ലൈൻസിൽ തന്നെ നമ്മൾ പ്രസ് ചെയ്യുന്നു. ഏറ്റവും മുകളിൽ ഇടത് ഭാഗത്താണ് ബ്ലെൻഡ് മോഡ്. ഫോട്ടോഷോപ്പിലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുള്ളത്. അതൊന്ന് പ്രസ് ചെയ്തിട്ട് ഞാനിത് മൾട്ടിമീഡിയ എന്നതിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ കണ്ടില്ല, അതിലേക്ക് ബ്ലെൻഡായി. വേണമെങ്കിൽ അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചൊന്ന് കുറച്ച് കൊടുത്ത് നോക്കാം നമുക്ക്. അതിന് ഇവിടെ തന്നെ പ്രസ് ചെയ്തിട്ട് ഇവിടെ കാണാം ലോക്കേഷൻ്റെ നേരെ താഴെ ഒപ്പാസിറ്റി, അതൊന്ന് കുറച്ചു. ഓക്കെ. ഇനി ആ പിക്ചർ നമുക്ക് അതും ഒന്ന് ലോക്ക് ചെയ്യണം. പ്രസ് ചെയ്തിരുന്നു, ഇത് ഇവിടെ ഒന്ന് ലോക്ക് ചെയ്തു. ഓക്കെ. ഇനി ഞാൻ ഇതിലേക്കൊരു മൊബൈൽ ഫോൺ കൊണ്ടുവരണം. ഇവിടെ പ്രസ് ചെയ്യുന്നു. ഞാൻ
എടുത്തു വെച്ച ഒരു മൊബൈൽ ഫോണിൻ്റെ ഫോട്ടോ ഉണ്ട്, അതെടുക്കുന്നു. റിമൂവ് ചെയ്ത ഒരു ഇതാണ്. ഇതിപ്പോൾ ഒരു മങ്ങിയ രൂപത്തിലാണ് വന്നത്. നേരത്തെ നമ്മളൊരു ഫോട്ടോ അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒപ്പാസിറ്റി ഉണ്ടോ, ഇത് കുറഞ്ഞ് കിടക്കണം. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ എനിക്ക് ഈ റോട്ടിൽ പതിഞ്ഞ രൂപത്തിൽ നിൽക്കണമെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഈ നമ്മൾ ടെക്സ്റ്റ് പെർസ്പെക്റ്റീവ് എടുത്തിട്ട് നമ്മൾ ചരിച്ചതുപോലെ ഇതിന് നമുക്ക് അങ്ങനെ ഒരു ചെറിയൊരു പണി ചെയ്ത് നോക്കാം. ഇവിടെ പ്രസ് ചെയ്യുന്നു, പെർസ്പെക്റ്റീവ് എടുക്കുന്നു, ജസ്റ്റ് ഒന്ന് മുകളിലേക്കാക്കുന്നു ഈ ഭാഗം. ഓക്കെ, ഒന്ന് പതിഞ്ഞ രൂപത്തിലായി. നമുക്കതിന് വേണമെങ്കിൽ ഒരു ഷാഡോ ഒന്ന് കൊടുത്തു നോക്കാം. ഷാഡോ കൊടുക്കൽ എങ്ങനെ, ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇവിടെ മൂന്നാമത്തത് ഇത് ഷേപ്പ് ടൂളാണ്. ഒരുപാട് ഷേപ്പുകൾ ഇവിടെ ഉണ്ട്. നമുക്കിതിൽ ഇതൊരു റൗണ്ടായി, റൗണ്ട് എടുത്താൽ റൗണ്ടിൻ്റെ മാറൂല. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗം എടുക്കാം. ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൽ നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കണമെങ്കിൽ ഇതിൽ ഷേപ്പ്, ഫില്ല്, ഔട്ട്ലൈൻ, ഷാഡോ എന്ന് ഭാഗം ഉണ്ടാകും. അവിടെ ഫില്ല് എടുക്കുക. നിങ്ങൾ നോക്കിയ ടോപ്പ് ബോട്ടം എന്ന് പറഞ്ഞ ഭാഗത്ത് ടോപ്പ് എടുക്കുക, അതിങ്ങനെ ബ്ലാക്കിലേക്ക് കൊണ്ടുവരിക. രണ്ട് ഭാഗവും ബ്ലാക്ക് ആക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് ലൈന് ഒന്ന് പ്രസ് ചെയ്താൽ അത് എന്തായി, ബ്ലാക്കായി. ഇനി ഇതിൽ ഓണ് 2-3 ഓപ്ഷൻ കാണാം. അതിൽ താഴ്ഭാഗത്ത് ഈ കാണുന്ന ബട്ടൺ ഉണ്ടല്ലോ, ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ ബ്ലറിങ് ഇങ്ങനെ കുറയുന്നത് കാണാൻ പറ്റും. കണ്ടോ, നമുക്ക് ഇത്ര മതി. അപ്ലൈ കൊടുക്കുന്നു, വീണ്ടും അപ്ലൈ കൊടുക്കും. ഇതാണ് നമ്മുടെ ഷാഡോ. ഈ ഷാഡോനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്കിങ്ങനെ സൂം ചെയ്തിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഷാഡോനെ മൊബൈൽ ഫോണിൻ്റെ താഴ്ഭാഗത്തേക്കാക്കണം. നേരത്തെ ഇതുപോലെ ഇത് പിടിച്ച് നേരെ ഫോണിൻ്റെ താഴ്ഭാഗത്താക്കിയാൽ മതി. എന്നിട്ട് ഷാഡോ ഒന്ന് ചെറുതാക്കി കൊടുക്കുക. നമ്മൾ ഈ മൊബൈൽ ഫോണൊന്ന് ലോക്ക് ചെയ്യണം, എന്നാൽ അല്ലെങ്കിൽ അതിങ്ങനെ അങ്ങോട്ടോട്ട് നീങ്ങാൻ സാധ്യതയുണ്ട്. ഓക്കെ, ലെയർ സെലക്ട് ആയി കൊടുക്കും. നമുക്കിത് ആവശ്യാനുസരണം ചെറുതാക്കി കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ അതിന് ചെറിയ രൂപത്തിലുള്ള ഷാഡോ കൊടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് പോസ്റ്റർ. ഇനി നമുക്ക് താഴ്ഭാഗത്തേക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കടയുടെ ഒരു പേര് നമുക്ക് കൊടുക്കണം. ഞാൻ ജസ്റ്റ് ഒരു പേര് ആഡ് ചെയ്യുന്നു. ജാവ മൊബൈൽസ്. ഞാൻ ജസ്റ്റ് പേര് കൊടുത്താണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇതിങ്ങനെ ഫോണ്ട് പല രൂപത്തിലാവുന്നുണ്ട്. അതിന് നമ്മൾ ലോക്ക് റേഷ്യോ ഒന്ന് ലോക്കാക്കി കൊടുക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ ലോക്കാക്കി എന്നിങ്ങനെ ചെറുതാക്കുന്നു. എനിക്കിതിൻ്റെ ഫോണ്ടൊന്ന് മാറ്റി കൊടുക്കണം. ഞാനതിന് വേണ്ടി ഇവിടെ പ്രസ് ചെയ്യുന്നു, ഫോണ്ട്. ഇവിടെ നമുക്കറിയാം ഇപ്പോൾ ഉള്ളത് നേരത്തെ നമ്മൾ അടിപൊളി ഓഫർ എന്ന് എഴുതിയ MLU ജാല എന്ന് പറയുന്ന ഫോണ്ടിലാണ്. എനിക്കത് ഇംഗ്ലീഷ് ഫോണ്ടിലേക്ക് മാറ്റണം. ഒരുപാട് ഫോണ്ടുകൾ ഇവിടെ ഉണ്ട്. ഞാൻ ഫേവറേറ്റ്സിൽ എടുത്തു വെച്ച ഇംഗ്ലീഷ് ഫോണ്ടുണ്ട്, ഗിൽമർ എന്ന് പറയുന്ന ഇതിലേക്ക് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഫോണ്ടാണിത്. ഞാനിതിലേക്ക് കൊണ്ടുവന്നിട്ട് ഒന്ന് ചെറുതാക്കി കൊടുത്തു. ഓക്കെ, നമ്മൾ ഫോണ്ട് എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ഫാമിലി ഫോണ്ടുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാം അതിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ തന്നെ ബോൾഡും ഹെവിയും റെഗുലറും മീഡിയവും പിന്നെ ലൈറ്റുമായിട്ടുള്ള ഒരുപാട് ഫോണ്ടുകൾ വരും. ആ ഫോണ്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു സ്ഥലം കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതിൽ കൊടുക്കുകയാണേ, ന്യൂ ബസ് സ്റ്റാൻഡ്, ഒരു കോമ, ആലപ്പുഴ ജസ്റ്റ് കൊടുക്കുകയാണേ. ഓക്കെ, ഇതും അതേ ഫോണ്ടാണ്. പക്ഷേ ഞങ്ങൾക്ക്
ആ ഫോണ്ടിൻ്റെ ഒരു രൂപം ഒന്ന് മാറ്റി കൊടുക്കാം. കുറച്ച് അതിൻ്റെ അത്ര തിക്നെസ് വേണ്ടാത്തൊരു ഫോണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിന് ഇവിടെ ഗിൽമർ മീഡിയം അല്ലെങ്കിൽ റെഗുലർ, ഓക്കെ റെഗുലർ കൊടുത്താൽ മതി. ഞാനതിൻ്റെ ലോക്ക് റേഷ്യോ ഒന്ന് ലോക്ക് ചെയ്യണം. ഓക്കെ, കണ്ടോ, ജസ്റ്റ് ഒന്ന് അലൈൻമെൻറ്റ് റെഡിയാക്കി കൊടുക്കുക. ഓക്കെ, ആലപ്പുഴ. ഇനി ഫോൺ നമ്പർ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഒരു പ്ലസ് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തതാണ്. ഓക്കെ, അത് ആ ഫോണ്ട് തന്നെയാണ്. ഇത് നമുക്ക് ഒരേ ലെവലിലാക്കണം. നേരത്തെ ചെയ്തതുപോലെ ഇവിടെ പ്രസ് ചെയ്ത് ലോക്ക് റേഷ്യോ ഒന്ന് ലോക്കാക്കി കൊടുത്തു. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതാക്കി കൊടുക്കാം. ഒന്ന് ചെറുതാക്കി കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓക്കെ ചെറുതാക്കി കൊടുത്തു. ഇനി എനിക്കിതൊന്ന് ഒന്ന് വലുതാക്കി കൊടുക്കണം. ഒന്ന് മുകളിലേക്കൊന്ന് നീക്കി കൊടുക്കണമെങ്കിൽ ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇവിടെ ഒരു മൂവ് സൈസ് എന്ന് പറയും. ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ അതെന്ത് ചെയ്യും, മുകളിലേക്ക് പോകും. അതുപോലെ എഴുത്തും. ഓക്കെ, ഇനി എനിക്കിത് മൂന്നും ഞാൻ എന്ത് ചെയ്യുന്നു, ഇനി വേണമെങ്കിൽ ഇതൊന്നും കൂടെ ഒന്ന് വലുതാക്കാം. ഒരേ രൂപത്തിൽ തന്നെ ആയിക്കോട്ടെ. മൂന്നും എനിക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഗ്രൂപ്പാക്കി മാറ്റാൻ പോവാണ്. ഈ ഭാഗം വലതു ഭാഗത്ത് പ്രസ് ചെയ്തു, ഇവിടെ പ്രസ് ചെയ്തു, ഈ മൂന്നും സെലക്ട് ചെയ്യണം. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ ഈ മൂന്ന് ഡോട്ട് ഇട്ട ഭാഗത്ത് ഗ്രൂപ്പ് സെലക്ട് ആയി. ഇപ്പോൾ ഇത് കണ്ട, ഇതൊരു ഗ്രൂപ്പായി മാറി. ഇത് നമുക്ക് ഒരുമിച്ച് ചെറുതാക്കാനും വലുതാക്കാനൊക്കെ പറ്റും. ഞാനിതിങ്ങനെ കൊടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവരുടെ ഒരു വെബ്സൈറ്റ് കൂടെ കൊടുക്കാം. www.javamobiles.com അപ്ലൈ. ഈ ലോക്ക് റേഷ്യോ എപ്പോഴും നമ്മൾ ലോക്ക് ചെയ്യാൻ നന്നായിരിക്കും. ഇവിടെ കൊണ്ടുവരുന്നു. ഓക്കെ, ഒന്ന് ചെറുതാക്കി കൊടുത്തു. ഓക്കെ, ഏകദേശം രണ്ടും ഒരേ ലൈനായിരിക്കും. ഇനി നമുക്കൊരു ഈ മൊബൈൽ ഫോണിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആരോ മാർക്കിൻ്റെ ഒരു ചിഹ്നം വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ അതിൽ ഒരു ആരോ മാർക്ക് എടുക്കുന്നു. ഗാലറിയിൽ പോയിട്ട് ഇവിടെ ഉണ്ട് ഒരു ആരോ മാർക്ക് കാണാം. ഇത് നിങ്ങൾക്കറിയാം, റെഡ്, ഇത് ബ്ലാക്കിലാണുള്ളത്. നമുക്കൊരു വൈറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാ ഇവിടെ പ്രസ് ചെയ്തതിനു ശേഷം നണ്ണിൻ്റെ ഭാഗം പ്രസ് ചെയ്യുന്നു. താഴ്ഭാഗത്തേക്ക് ഇൻവേർട്ട് എന്ന് പറഞ്ഞാൽ അല്ല, ഇപ്പോൾ ഇതൊരു വൈറ്റായി വന്നു. ഇനി നമുക്ക് ആരോ മാർക്കൊന്ന് താഴ്ഭാഗത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യണം, ഇങ്ങനെ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ വന്നു. ഞാനിപ്പോൾ ഇതിൽ കാര്യമായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല, വേറെ മാറ്ററുകളൊന്നുമില്ല. ഇനി വേണമെങ്കിൽ അടിപൊളി ഓഫ് നമുക്കൊരു ലിമിറ്റഡ് പീരീഡിനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സൂചിപ്പിക്കുന്ന ഒരു ഭാഗം കൂടെ കൊടുത്തു നോക്കാം. ഞാൻ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇമേജ് ഇവിടെ ഞാൻ എടുത്തു വെച്ചൊരു ഭാഗം ഉണ്ടായിരുന്നു. ഓക്കെ, ഇതെടുക്കുന്നു. ലിമിറ്റഡ് ടൈം ഓഫർ എന്ന ഭാഗം അതൊന്ന് ചെറുതാക്കി ഈ ഭാഗത്തൊന്ന് ഞാൻ ഫില്ല് ചെയ്യാൻ പോകുന്നു. ഈ ഒരു കഴിഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അത് നേരെ ഒന്ന് തിരിച്ചു കൊടുത്തു. ഇപ്പോൾ അത് കാണുന്നില്ലല്ലേ,
അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ ഇവിടെ എഫക്റ്റിൽ പോയി നേരത്തെ ചെയ്ത പോലെ ഇൻവെർട്ട് കൊടുത്തു. ഇപ്പോൾ നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, ഒന്നുകൂടി ചെറുതാക്കി ഞാൻ ഇതിൻ്റെ അടുപ്പിച്ച് വെച്ചു. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്കൊരു ലൈനൊക്കെ കൊടുത്തു നോക്കാം. ഈ ഓഫർ എന്ന ഭാഗത്ത് താഴത്ത് ഒരു ലൈനൊന്ന് കൊടുത്തു നോക്കാം നമുക്ക്. അതിന് പ്ലസ് ബട്ടൺ ഷേപ്പ്, ഇവിടെ ഒരുപാട് ഷേപ്സുകൾ കാണാം. ഇതിൽ ഷേപ്പിൽ ആദ്യം വരുന്ന ഒരു ലൈന് കണ്ടല്ലോ ഇടത് ഭാഗത്ത്, ഈ ഭാഗം ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് ഇപ്പോൾ അതിൻ്റെ ഒപ്പോസിറ്റ് ഒന്ന് കുറഞ്ഞിട്ടുള്ളത് നമുക്ക് മുകളിൽ നോക്കിയാൽ ശ്രദ്ധിക്കും. അപ്പോൾ ഞാനിത് കൂട്ടാൻ വേണ്ടി ഫില്ലെടുക്കുന്നു. ഫില്ലിൻ്റെ വലതുഭാഗത്ത് താഴ്ഭാഗത്ത് കാണുന്ന ഈ ഭാഗം അത് നേരത്തെ നമ്മൾ കുറച്ച് വെച്ചതുണ്ട്, അതൊന്നും ഫുള്ള് കൂട്ടി കൊടുക്കുന്നു, അപ്ലൈ കൊടുക്കുന്നു. ഇനി എനിക്ക് ഇതിൻ്റെ കളർ ബ്ലാക്ക് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു വൈറ്റാണ്. അപ്പം ടോപ്പ് ഭാഗത്ത് പ്രസ് ചെയ്തിട്ട് ഇതൊരു വൈറ്റ് ആക്കി കൊടുക്കുന്നു, ഇവിടെ പ്രസ് ചെയ്ത് രണ്ടും വൈറ്റ് ആക്കി കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇനി എനിക്കതൊരു ഡോട്ടായിട്ടാണ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ഇപ്പോൾ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതുണ്ടല്ലോ ഈ പെന്നിൻ്റെ എഡിറ്റ്, ഇവിടെ താഴ്ഭാഗത്ത് ഇടതുഭാഗത്ത് കാണാം, ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഞാനതിൽ വലതുഭാഗത്ത് പ്രസ് ചെയ്തിട്ട് അത് റൗണ്ടാക്കി ഉണ്ടോ, അത് ഡോട്ടുകളാക്കി. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ചരിച്ചു കൊടുത്തു. ഇനി എനിക്കിതിൻ്റെ തിക്നെസ് ഒന്ന് കുറക്കണം. അതിന് ഇവിടെ ഒരു നീല ബട്ടൺ കണ്ടിട്ടാണ്, അതൊന്ന് പ്രസ് ചെയ്താൽ ഇങ്ങനെ വരും. ഇത് തിക്നെസ് ഇങ്ങനെ കൂട്ടും, നിങ്ങൾ ശ്രദ്ധിച്ചോ ഉണ്ടോ, ഇതിങ്ങനെ കുറഞ്ഞു വരും. എന്നിട്ട് ഇതിങ്ങനെ മുകളിലേക്ക് പ്രസ് ചെയ്താൽ കണ്ടോ ഈ രൂപത്തിലാക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ഇതിന് കൊടുത്തതേ ഉള്ളൂ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ. ഇനി നിങ്ങൾക്കിതിലേക്ക് എന്തെങ്കിലും നിങ്ങൾ ഓഫറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഈ ഭാഗത്ത് ഈ ഭാഗം ഉണ്ടല്ലോ ആരോ മാർക്ക് വെച്ച ഈ ഭാഗത്ത് അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ.